നമുക്കൊപ്പം അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ് ഒരു ലോറി ഡ്രൈവറാണ്. ഈ അപകടം ഉണ്ടാകുന്ന വേളയിൽ ഷിരൂരിൽ അഭിലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അധികൃതരെ അറിയിക്കാനുള്ള വിവരം. അഭിലാഷ്, ഈ അപകടം നടക്കുമ്പോൾ അഭിലാഷ് അതുവഴി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നോ? ഈ അപകടം നടക്കുന്നത് അഭിലാഷ് നേരിട്ട് കണ്ടോ? അപകടം നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. 8:45 ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അവിടെ ആ വഴിയോരത്ത് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നതും അഭിലാഷ് കണ്ടു കാണുമല്ലോ. അത്ര വ്യക്തമല്ല, കാരണം ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വണ്ടി പഞ്ചറായ എന്റെ പേരില് മറ്റേ എന്റെ കൂട്ടത്തിലുള്ള സഹ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇപ്പം മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുള്ള ഒരു ടയറുകടയുണ്ട്. ആ ടയറുകട വന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ ഇറങ്ങലും. അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു, അല്ല കടയിലെ ആൾക്കാർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയും പേളിന്ന് മണ്ണിടിഞ്ഞ് വീഴുകയാണ് കേട്ടത്. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ഒച്ച കേട്ടത്. അപ്പൊ നോക്കുമ്പോൾ അതേ പുഴയിൽ കൂടെയാണ് ആ ടാങ്കർ ഒഴുകി പോകുന്നത് കണ്ടത്. അതായത് ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം നദിയിൽ നിന്നാണ് കിട്ടിയത്. കിലോമീറ്ററുകളോളം അത് ഒഴുകി പോയതിനു ശേഷമാണ് കിട്ടിയത്. ആ നദിയിലേക്കാണ്, ആ പഞ്ചർ കടയുടെ തൊട്ടടുത്താണ് ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. ആ ചായക്കടയും അഭിലാഷ് കണ്ടിട്ടുണ്ടാകുമല്ലോ. കണ്ടിട്ടുണ്ട്. ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരടക്കം ആ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ്? സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ മുതൽ നല്ല മഴയായിരുന്നു അങ്ങോട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് കേരളം തൊട്ട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. അഭിലാഷ്, അതായത് നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ണിനടിയിൽ അർജുന്റെ വണ്ടിയുണ്ടോ എന്നതാണ്. ഈ ടാങ്കറിന്റെ ഭാഗം ഒഴുകിപ്പോകുന്നത് മാത്രമാണോ അഭിലാഷ് കണ്ടത്? മറ്റേതെങ്കിലും വാഹനം നദിയിലേക്ക് വീഴുന്നതോ നദിയിലൂടെ ഒഴുകിപ്പോകുന്നതോ തടിക്കഷണം ഒഴുകിപ്പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ? ഒരു കാരണവശാലും ആ വണ്ടി പുഴയിൽ വീഴാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം ആ ഗംഗാവലി നദി ഒഴുകുന്നതിന് മുമ്പായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത്. അപ്പൊ ആ ടാങ്കർ വന്ന് വെള്ളത്തിൽ പതിഞ്ഞതിന്റെയാണ് ആ ഗംഗാവലി നദി ഒരു 5 മിനിറ്റ് നേരത്തെ റോഡിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഒഴുകി പോകുന്നത് കണ്ടത് ടാങ്കറാണ്, അല്ലാണ്ട് അർജുന്റെ വണ്ടിയോ അർജുനോ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഒരു കാരണവശാലും ആ വണ്ടി അങ്ങനെ പോകാനും പറ്റൂല. അഭിലാഷ്, ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ മണ്ണിനടിയിൽ മലയോരത്ത് പാർക്ക് ചെയ്ത ഇടത്ത് തന്നെ അർജുന്റെ വണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കനം വെക്കുന്നതാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഓരോ കാര്യവും. അന്നത്തെ ആ ദിവസത്തെ അതായത് 16-ാം തീയതി രാവിലെ അഭിലാഷ് കണ്ട കാര്യങ്ങൾ ഒന്ന് വിശദമായി ഒന്ന് പറയുമോ അഭിലാഷ്? ഞങ്ങൾ ഇവിടുന്ന് നാസിക്കിന് കൊക്കോലോടും കയറ്റിക്കൊണ്ട് പോവായിരുന്നു. ഞാനും കോതങ്കലത്തുള്ള ഒരു ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഞാനാണ് രാത്രി വണ്ടി ഓടിച്ചത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടോൾ ഗേറ്റിന്റെ അവിടെ വെച്ച് വണ്ടി പഞ്ചറാവുകയും ഞാൻ ഡ്രൈവറെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്നു. അപ്പോൾ ഡ്രൈവർ വണ്ടി എടുത്ത് ഈ അങ്കോള മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തെ പഞ്ചർ കടയിൽ കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ച് ഇറങ്ങുന്ന നേരമായപ്പോഴത്തേനും ആ കടയിൽ 2 ഭായിമാരെടുത്തുന്ന ഒരു പഞ്ചർ കടയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാം വാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യുകയായിരുന്നു. ഓഫ് ചെയ്ത സമയത്താണ് ഈ വലിയ ഒച്ചത്തോട് കൂടിയിട്ട് ഈ ഗംഗാനദി ഒഴുകി നേരെ റോട്ടിൽ കയറുന്നതും. ആ സെക്കൻഡ് ഒരു എന്നാ പറയുന്ന ഒത്തിരി സെക്കൻഡ് നേരം ആയില്ല, അപ്പൊ തന്നെ ആ മണ്ണ് അവിടുന്ന് വലിയ ശബ്ദത്തോടുകൂടി തന്നെയാണ് ആ മണ്ണിടിച്ചിലും ഉണ്ടായത്. അഭിലാഷ്, അതായത് ഈ പഞ്ചർകട എന്ന് പറയുന്നത് കുറച്ച്, അതായത് ഒരു 10-200 മീറ്റർ അപ്പുറത്താണ് ഈ കട, ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ കുറച്ച് അപ്പുറത്താണല്ലേ? 200 മീറ്റർ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 100-150 മീറ്റർ മാക്സിമം. അതെ, അപ്പൊ അതായത് തൊട്ടടുത്താണ്. അപ്പോൾ ഈ ചായക്കടയും ഈ പഞ്ചറൊട്ടിക്കുന്ന കടയും തമ്മിലും അത്രയും ദൂരമല്ലേ ഉള്ളൂ? അത്രയും ദൂരം തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്തുകൂടി ഈ മണ്ണൊലിച്ച് ഈ വെള്ളത്തിലേക്ക് വീഴുന്നത്, ഗംഗാവാലി നദിയിലേക്ക് വീഴുന്നത് അഭിലാഷ് അതിന്റെ ശബ്ദമാണ് കേട്ടത്? അത് ശബ്ദം, നമ്മൾ ഏറ്റവും വലിയ ശബ്ദം കേട്ടത് ഈ ടാങ്കർ വന്ന് വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അതിനുശേഷം ഈ ടാങ്കർ ഒഴുകി പോകുന്നതും കണ്ടു അല്ലേ? ഈ ടാങ്കർ ഒഴുകി പോയി കണ്ടു. അപ്പത്തേനും അവിടെ ഉള്ള കടയിലുള്ള ആൾക്കാർ, അതായത് സംസ്ഥാനത്തുള്ള ആൾക്കാരുകൾ ഫുള്ളും തന്നെ കൂട്ടത്തിൽ ഓടി വന്നായിരുന്നു. അവിടെ മലയാളികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 2 പേരും അവിടെ നിന്ന് അപ്പോഴേ ഓടിപ്പോയോ? കാരണം ഈ ടാങ്കർ ഒഴുകി പോകുന്നു, വെള്ളം കരയിലേക്ക് കയറുന്നു, പേടിച്ചോ? 20 മിനിറ്റ് നേരത്തേന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ കയ്യും കാലും വരച്ചിട്ട് ഒരടി മുമ്പോട്ടോ പുറകോട്ടോ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾ ആ പഞ്ചർ കടയുടെ അവിടെ തന്നെ നിന്നോ അപ്പോൾ? വരുന്ന കണ്ടിട്ട് ഞങ്ങളുടെ വണ്ടി റിവേഴ്സ് വെച്ച് ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾ 2 പേരും വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി. ഞങ്ങളുടെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി പോവാണ്, പൊക്കോട്ടെ, അതിൽ ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും, നിങ്ങൾ 2 പേരും എത്രയും വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്.
ലോറി അവിടെ തന്നെ ഇട്ടിട്ട് പോവുകയായിരുന്നോ? ആ ലോറി അവിടെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ മാറി. അപ്പോൾ നോക്കുമ്പോൾ ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് ഒരു ട്രെയിലർ ടാങ്കർ ഒരെണ്ണം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ കുറെ നേരമായിട്ട് ആ ടാങ്കർ അവിടെ നിന്ന് അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ടാങ്കർ പോയി അവിടെ നിന്ന് എടുത്ത് മാറ്റി ഒരു 1/2 കിലോമീറ്ററോളം മാറ്റി കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്നിട്ടത്. അല്ലെങ്കിൽ ആ ടാങ്കറും വെള്ളത്തിൽ തന്നെ പോയത്. അതായത് ആ ചായക്കടയുടെ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ടാങ്കർ അത് അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ മാറ്റിയിട്ടു. അത് തന്നെ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒരു ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം വീണത് അപ്പോഴുണ്ടായ ശബ്ദം, പിന്നീട് അത് മാത്രം ഒഴുകി പോകുന്നതേ കണ്ടു എന്നുള്ളത് ഉറപ്പല്ലേ അഭിലാഷ്? മാത്രമാണ് ഒഴുകി പോയിട്ടുള്ളൂ. ഒരു കാരണവശാലും അർജുൻ ഉപയോഗിച്ച വാഹനം ആ വെള്ളത്തിലോട്ട് പോകാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം ആ തിട്ടയോട് ചേർന്ന് കിടന്ന ആ വാഹനം നിർത്തിയാണ് അർജുൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ ആ വാഹനത്തിന്റെ മേളിലോട്ട് പതിച്ച് അവിടെ വാഹനം നിൽക്കുകയേ ഉള്ളൂ. അല്ലാണ്ട് വാഹനം ഒഴുകിപ്പോക്ക് നടക്കൂല. ഈ ഒഴുകിപ്പോയ വാഹനം നമ്മുടെ ഈ ചായക്കടയുടെ അടുത്ത് ഒതുക്കിയിട്ടിരുന്ന വാഹനമാണ് ഈ ഒഴുകിപ്പോയത്. കാരണം ഈ മണ്ണ് വന്ന് ചാടിയതിന്റെ ആ ഫോഴ്സിലാണ് ഈ വാഹനം തെറിച്ചു പോകുന്നത്.